സാറേ, ഇസ്രായേലിൽ എന്താണ് സ്ഥിതി? ഇസ്രായേലിൽ അവരിങ്ങനെ ലെബനയിലും അതുപോലെ തന്നെ ഹിസ്ബുള്ളയെയും ഒക്കെ ഇങ്ങനെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇടയ്ക്ക് ഹമാസിൻ്റെ കാര്യവും നോക്കുന്നുണ്ട്. സംഘർഷം അവസാനിക്കുന്നില്ല. അത് ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. നമ്മളിവിടെ ദീപാവലിക്കൊക്കെ പടക്കം പൊട്ടിക്കുന്ന പോലെ അവിടെ ആ ഒരു കൃത്യം അങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇവർ ഈ ഹമാസും ഹിസ്ബുള്ളയൊന്നും നിർത്തുന്നില്ലല്ലോ. അതുകൊണ്ട് അവരെ തീർക്കാൻ വേണ്ടിയിട്ട് നടന്നുകൊണ്ടിരിക്കും. ഇപ്പം ഇറാൻ ഒരല്പം ഒന്ന് അടങ്ങി നിൽക്കുകയാണ്. നിൽക്കുന്നതെന്ന് ചോദിച്ചാൽ ട്രംപ് അതിനകത്ത് ഇടപെട്ട് നിൽക്കുകയാണ്. ഒന്ന് വിരട്ടി നിർത്തിയിരിക്കുകയാണ്. കാരണം സ്ഥിതി മാറും. ട്രംപ് നേരിട്ട് വരട്ടുകയല്ല, നെതന്യാഹു വഴി നെതന്യാഹു ഇറാനിലെ ജനതയെ തന്നെ അഡ്രസ്സ് ചെയ്യുന്ന രീതിയിലാണ് കാര്യങ്ങൾ പറഞ്ഞത്. പക്ഷേ അവിടെ അതൊക്കെ നടക്കുമ്പോഴേ അപ്പം നമ്മൾ ലോകത്തിൻ്റെ മറ്റ് ഭാഗങ്ങളിലും ഈ യുദ്ധത്തിൻ്റെ ഒരു ചെറു ചലനങ്ങൾ അങ്ങോട്ടേക്ക് കൂടി വ്യാപിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മുടെ നാട്ടിൽ അല്ലേ, കേരളത്തിൽ കുമളിയിൽ, തേക്കടിക്കടുത്ത് കുമളിയിൽ കണ്ടത്. അവിടെ ഒരു കാശ്മീരിയുടെ കടയിൽ, അവിടെ ടൂറിസ്റ്റ് കേന്ദ്രമാണല്ലോ, അതെ, ഈ കാശ്മീരികളുടെയൊക്കെ കടകളുണ്ട്. അവിടെ സന്ദർശകർ അവിടെ കച്ചവട കേന്ദ്രങ്ങളിലൊക്കെ എത്തും. അപ്പോൾ ഒരു കാശ്മീരിയുടെ കടയിലാണ് ഇസ്രയേലിലുള്ള ഒരാൾ ചെന്നത്. അദ്ദേഹത്തെ ഇയാൾ കടയിൽ നിന്ന് ആട്ടി പുറത്താക്കി ഒരു ഇസ്രയേലി എന്നുള്ള രീതിയിലുള്ള സമീപനമാണ് നടന്നത്. അതിന് മുമ്പൊക്കെ ആലോചിക്കണം, ഈ പലയിടങ്ങളിൽ നെതർലാൻഡ്സിൽ ചെന്നപ്പോൾ ഫുട്ബോൾ കളി, ഫുട്ബോളെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വലിയ ആവേശമാണ്. അതെ. അപ്പോൾ ആ ടീമിൻ്റെ നേരെ ഇസ്രയേലികളാണെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഉണ്ടായ ചില ആക്ഷേപവും അവരെ കല്ലെടുത്തെറിയുകയും അങ്ങനെയൊക്കെ ചെയ്തു എന്നുള്ളതാണ്. ഇപ്പം നമ്മുടെ ഈ കൊച്ചു കേരളത്തിലുള്ള കാര്യം തന്നെ നോക്കും. നമ്മൾ ഈ ടൂറിസം എന്ന് പറയുന്നത് നമ്മുടെ ഒരു വലിയ വരുമാനമാണ്. അതെ, വലിയ വരുമാനം തന്നെയാണ്. നമുക്ക് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ തന്നെ എത്രത്തോളമുണ്ട്. കേരളത്തെ ലോക ഭൂപടത്തിലെ ടൂറിസം ഭൂപടത്തിൽ കൊണ്ടുവന്ന് മുൻപന്തിയിൽ നിർത്താവുന്ന തരത്തിൽ നമുക്ക് സാധ്യതകളുള്ളതാണ്. ഇങ്ങനെ വിദേശത്ത് നിന്ന് വരുന്നവരെ ഇസ്രായേലികളാണ് എന്ന് പറഞ്ഞ് ആക്ഷേപിക്കുകയും അവരെ ആട്ടി അകറ്റുകയും ചെയ്യുമ്പോൾ അത് നമ്മുടെ ടൂറിസത്തെ അത് ബാധിക്കുന്ന വലിയ കാര്യമാണ്. വലിയ കാര്യം എന്ന് പറഞ്ഞാൽ വലിയ ദോഷകരമായിട്ട് മാറുമെന്നുള്ളതാണ്. തീർച്ചയായിട്ടും നമ്മുടെ രാജ്യത്ത് സംരക്ഷണം വേണ്ട തരത്തിൽ കിട്ടുന്നില്ല എന്ന് വന്നു കഴിഞ്ഞാൽ ടൂറിസ്റ്റുകളുടെ വരവ് കുറയും. ഇടയ്ക്ക് നമുക്കറിയാം, നമ്മുടെ തിരുവനന്തപുരത്ത് കോവളത്ത് തന്നെ വിദേശികൾ ഒക്കെ വന്നപ്പോൾ വനിതകൾ അവരെ റേപ്പ് ചെയ്യുക, അങ്ങനെയൊക്കെ ചില സംഭവങ്ങളുണ്ടായി, മരണം വരെ ഉണ്ടായിട്ടുണ്ട്. അപ്പം ഇത് ടൂറിസം ഭൂപടത്തിനകത്ത് ഇത് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ ഇത് നമ്മുടെ കേരളത്തിനൊരു ബാഡ് മാർക്ക് വീഴുകയും ഒക്കെ ചെയ്യുമെന്നുള്ളതാണ്. ഇപ്പം ഇവിടെ അത് തന്നെയാണ്. യുദ്ധം തുടങ്ങിയ നാൾ മുതൽ തന്നെ എന്താണ് ഇവിടെ ചേരുവതിരിവുണ്ടായില്ലേ, പലസ്തീനികൾ ഇസ്രായേലികൾ എന്നൊക്കെ പറഞ്ഞ് ഇവിടെ പാലസ്തീന് ഐക്യദാർഢ്യം, വൈകുന്നേരമായപ്പം മെഴുതിരി കൊളുത്തിക്കൊണ്ട് കുറേ പേരിറങ്ങും, ഇങ്ങനെയൊക്കെ വരികയുണ്ടായി. പക്ഷേ ഇത് നമ്മൾ തന്നെ ഉണ്ടാക്കി വെച്ചതാണ്. കേരളത്തിൽ ഈ ഒരു കച്ചവടക്കാരൻ ഈ ഇസ്രായേലുകാരനെ അറ്റാക്ക് ചെയ്യാൻ ധൈര്യപ്പെട്ടത് എന്തുകൊണ്ടാണ്? നമ്മുടെ മണ്ണിൽ അതിനുള്ള സാഹചര്യം നമ്മൾ തന്നെ ഉണ്ടാക്കി കൊടുത്തു എന്നുള്ളതാണ്. ഇവിടെ എന്താണ് മലപ്പുറത്തൊക്കെ വലിയ ഇതായിരുന്നല്ലോ. ഈ പിണറായി വിജയൻ തന്നെ എന്തായിരുന്നു പറഞ്ഞ, പലസ്തീൻകാരോടൊക്കെ വലിയ ഒരു ഐക്യദാർഢ്യവും പ്രഖ്യാപിച്ചു കൊണ്ടുവന്ന് ഇത് ഇവിടുത്തെ വോട്ട് ബാങ്ക് കണ്ടുകൊണ്ട് തന്നെയാണെന്നുള്ളതാണ്. അതായത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ആ സമയത്താണ് ഈ സംഭവങ്ങളൊക്കെ, അതായത് ഇത്തരത്തിലുള്ള ഐക്യദാർഢ്യവും പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്തേക്ക് വന്നതെന്നുള്ളതാണ്. അപ്പം ഇത്തരത്തിലുള്ള ഒരു നീക്കം ഇത് നമുക്ക് തിരിച്ചടി വേറെ പലയിടത്തു നിന്നും ഉണ്ടാകും. ലോകത്ത് മലയാളികളില്ലാത്ത എവിടെയുണ്ട്? അതെ, ലോകത്തെല്ലാ രാജ്യങ്ങളിലും മലയാളികളുണ്ട്. എവിടെ മനുഷ്യവാസവും പട്ടണവും ഒക്കെ ഉണ്ട്, ജോലി സാധ്യതയുള്ള എവിടെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അവിടെയെല്ലാം മലയാളികളുണ്ട്. ഇപ്പം ഖത്തറിൽ എന്ന് പറഞ്ഞാൽ ഈ ആകെ അവിടുത്തെ ജനസംഖ്യ എന്ന് പറയുന്നത് 23-23.5 ലക്ഷം പേരേ ഉള്ളൂ. ആ ഖത്തറിലെ അവർ ഏതാണ്ട് 3-3.5 ലക്ഷം പേരേ ഉള്ളൂ. ബാക്കി 10-20 ലക്ഷം പേരെന്ന് പറയുന്നത് മറ്റ് പല രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ്. അതിൽ നല്ലൊരു പങ്ക് ഇന്ത്യക്കാർ, പ്രത്യേകിച്ച് മലയാളികളുണ്ട്.
ഈ ഖത്തർ നമ്മളറിയാം, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ സംസാരിച്ച കാര്യമാണ്. ഖത്തറിലാണ് ആരെ പാർപ്പിച്ചിരുന്നത്? ഹമാസിൻ്റെ തലവന്മാരെ പാർപ്പിച്ചിരുന്നത്. അവരെ അവിടുന്ന് ഇറക്കിക്കോണമെന്ന് ട്രംപ് ആവശ്യപ്പെടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഖത്തർ അതിന് നോട്ടീസ് കൊടുക്കുകയും അവരുടെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിക്കുകയെന്ന് അവർക്ക് മുന്നറിയിപ്പ് കൊടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവർക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ നേരെയും പലതരത്തിലുള്ള നീക്കം നടത്തിക്കൂടെ? അവിടെ നമ്മുടെ കേരളത്തിൽ നിന്ന് പോയിട്ടുള്ള പല മതവിഭാഗത്തിൽപ്പെട്ടവരും ഒക്കെ ഉണ്ടല്ലോ. അങ്ങനെ ഒരു ചെരിതിരിവല്ലേ കാണിക്കുന്നത്? ഈ കാശ്മീരി ഈ ഇസ്രായേലുകാരനെ അറ്റാക്ക് ചെയ്തപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അങ്ങനെയല്ലേ? അപ്പോൾ ജൂതന്മാരുടെ നേരെ എന്തും ആകാവുന്നുള്ള രീതിയിലാണ്. ഇവരൊരു കാലത്ത് പലരും ഇവരെ വളഞ്ഞിട്ട് ആക്രമിക്കുകയും ഇവരൊക്കെ ഒറ്റപ്പെടുകയും ചെയ്തിട്ടുള്ളതാണ്. പക്ഷെ പിന്നീട് അവർക്ക് കിട്ടിയ ഇടം അവർ സ്വർഗമാക്കി മാറ്റുകയും അവർ പ്രഗത്ഭന്മാരായി തീരുകയും ചെയ്തു. ലോകത്ത് പല തരത്തിലുള്ള നേട്ടങ്ങളും ഉണ്ടാക്കിയിട്ടുള്ളതെന്ന് പറയുന്നത് ഈ ജൂതന്മാരുടെ തലയിൽ കൂടെ വന്നിട്ടുള്ളത് തന്നെയാണ്. അവരുടെ ബുദ്ധിവൈഭവം എന്ന് പറയുന്നത് അപാരമാണ്. അപ്പം നമ്മൾ പലയിടങ്ങളിൽ വസിക്കുന്നുണ്ട് എന്നുള്ള കാര്യം നമ്മൾ ഓർക്കണം. ഈ കാശ്മീരിയെ അവിടുത്തുകാർ തന്നെ, തേക്കടി കുമളിയിലുള്ളവർ തന്നെ ഒടുവിൽ അയാളുടെ കട അടപ്പിച്ചു. കാരണം അത് മറ്റ് കടക്കാർക്കൊക്കെ തന്നെ ദോഷമായിട്ട് മാറും എന്നുള്ളതാണ്. അവിടത്തേക്ക് ടൂറിസ്റ്റുകളുടെ വരവ് തന്നെ നിശ്ചലമാകും. തേക്കടി കുമളി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ ടൂറിസ്റ്റുകളുടെ ഏറ്റവും ആകർഷണീയമായിട്ടുള്ള സ്ഥലമാണ്. അതുവഴി മൂന്നാറിലേക്ക് പോവുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. നമുക്ക് ധാരാളം കേരളത്തിൽ ഈ കോവിഡിന് ശേഷം കൂടുതലായിട്ടൊന്ന് സാധ്യത കൂടി വന്നുകൊണ്ടിരുന്ന സമയമാണ്. അപ്പോൾ ഇവിടെയൊക്കെ ചെയ്യേണ്ടത് നമ്മുടെ ടൂറിസം വകുപ്പ് മന്ത്രി റിയാസിനെ പോലുള്ളവരൊക്കെ എന്താ ഇക്കാര്യത്തിനകത്ത് ഇടപെടാത്തത്? ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലല്ല ഇത്തരത്തിലുള്ള ഇത് കാണിക്കുന്നത്. ഇപ്പം ഗാസയിൽ മരിച്ചു വീണത്, ഇപ്പം ഹമാസ് ഇങ്ങനെയൊക്കെ ആയിരുന്നു. ഗാസയിൽ മരിച്ചു വീണതെല്ലാം കുറ്റം ചെയ്തവരാണോ? ഒന്നുമല്ല, നിരപരാധികളല്ലേ. എത്രയോ പേര് എല്ലാം നഷ്ടപ്പെട്ട് ജീവനും കൊണ്ട് കൂട്ടപ്പലായനം നടത്തി. ലെബനനിൽ മരിച്ചു വീണത് അതൊക്കെ നിരപരാധികൾ തന്നെയാണ്. കാരണം അവരെ മുന്നിൽ നിർത്തിക്കൊണ്ട് നേതാക്കന്മാർ ഇവരുടെ ഇടയിൽ താമസിച്ചിരുന്നു. അപ്പം ഇവരെ തീർക്കാതെ അവരെ കൊല്ലാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് തന്നെ അവരുടെ കൈകളിൽ നിന്നുകൊണ്ടാണല്ലോ അവർക്ക് അന്ത്യമൊക്കെ സംഭവിച്ചത്. അപ്പോൾ ഇതിനകത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ മാറ്റം ഉണ്ടായേ പറ്റുകയുള്ളൂ. നമ്മൾ ടൂറിസ്റ്റുകളെ ആ തരത്തിൽ മാത്രം വേണം. നമ്മുടെ വീട്ടിലേക്ക് വരുന്ന ഒരതിഥിയാണിത്. ടൂറിസത്തിലൂടെ ഒന്ന് ആലോചിക്കണം. നമ്മുടെ സാമ്പത്തിക രംഗം എടുത്ത് നോക്കണം. ഓരോ ടൂറിസ്റ്റ് സമയത്തിന് ഓരോ സീസൺ ഉണ്ടല്ലോ. ആ സമയത്ത് എത്രത്തോളം പേര് ഇങ്ങോട്ടേക്ക് കടന്നു വരുന്നുണ്ട്, അതിലൂടെ ഉണ്ടാകുന്ന നമുക്കുണ്ടാകുന്ന വരുമാനം, നമ്മുടെ വിപണിയുടെ ഉണർവ്, ഇതൊക്കെ കൂടി നമ്മൾ കണക്കിലെടുക്കേണ്ടിയിരിക്കുന്നു. കോവിഡ് സമയത്ത് ഇതൊക്കെ കൃത്യമായിട്ട് നമുക്ക് അറിയാവുന്നതായിരുന്നു. കാരണം ഇതെല്ലാം നിലച്ചു. അപ്പോൾ അങ്ങനെ വരുന്നത് ഇസ്രായേലിൽ നിന്ന് വരും, എവിടുന്നൊക്കെ വരും. അപ്പോൾ നമ്മൾ ഒരു യുദ്ധഭീകരൻ അല്ല അവരെ സമീപിക്കേണ്ടത് എന്നുള്ളതാണ്. ഇവിടെ ഈ കാശ്മീർ ചെയ്തത് അത്തരത്തിലുള്ള ഒന്നാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇവർക്ക് നേരെ തിരിച്ച് ഇതുപോലെ ശിക്ഷ എവിടുന്നെങ്കിലും കിട്ടുമെന്നുള്ളതാണ്. അതെ, ലോകത്തിൻ്റെ വിവിധ ഇടങ്ങളിലാണ് ഇത്തരത്തിലുള്ളവർ പാർക്കുന്നത്. പലയിടങ്ങളിൽ നമുക്ക് മലയാളികളും ഇവിടെ ഈ കാശ്മീരിയാണ് ഇത് ചെയ്തതെങ്കിൽ പോലും ഇത് നമുക്കുണ്ടായ ക്ഷീണമാണ്, കേരളത്തിനുണ്ടായ ക്ഷീണമാണ്. ബാധിക്കുന്ന പ്രശ്നം. കേരളത്തിലുള്ളവർ ഇത് ചെയ്തു എന്ന്, ഇസ്രയേലിയെ ആട്ടിപ്പായിച്ചു എന്ന് പുറം ലോകം അറിയത്തുള്ളൂ. അപ്പോൾ എവിടെയൊക്കെയോ വസിക്കുന്ന മലയാളികൾക്കുണ്ടാകാൻ പോകുന്ന ഒരു വലിയ അപകടമാണ് ഈ കാശ്മീരിലൂടെ നമുക്ക് ഉണ്ടായിരിക്കുന്നത്. അത് മാറ്റിയെടുക്കുക എന്നേ ഉള്ളൂ. ടൂറിസം കേന്ദ്രങ്ങൾ ഒക്കെ തന്നെ അതീവമായിട്ടുള്ള സുരക്ഷയിലും നിരീക്ഷണത്തിലും കൂടെ തന്നെ മുമ്പോട്ട് പോയെങ്കിൽ മാത്രമേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പരിഹരിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അല്ലാതെ ഇസ്രായേൽ, ഹമാസ്, ഹിസ്ബുള്ള എന്നുള്ള രീതിയിൽ ഇവിടെ ഒരു വേർതിരിവുണ്ടാക്കേണ്ടതായ കാര്യമില്ല. അവർ യുദ്ധം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെന്തെങ്കിലും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാകും. അത് ആ വഴി നീങ്ങട്ടെ. അത് പരിഹരിക്കാനൊക്കെ ഇവിടെ വേറെ പല സംവിധാനങ്ങളും ഒക്കെ ഉണ്ട്. തീർച്ചയായിട്ടും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.